ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ അതിനുശേഷം റഡാറൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അവിടെ നടന്നത്. അഭിലാഷ്, ഒപ്പമുള്ളയാൾ ഈ പരിശോധനയ്ക്ക് എത്തിയ സാങ്കേതിക വിദഗ്ധനാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പരിശോധനയിൽ കൃത്യമായി ഒരു ലോറി അല്ലെങ്കിൽ ഒരു വാഹനം കിടക്കുന്നതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല, വാഹനം കിടക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നീക്ക് കഴിഞ്ഞു. ആ GPS ലൊക്കേഷൻ വന്നതിൻ്റെ ഒരു 20-30 മീറ്റർ ഏരിയ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അവിടുന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിഗ്നലും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും. ഇപ്പം മണ്ണ് മാറ്റി കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടറാണോ അതോ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറാണോ? നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറാണ്. മെറ്റൽ ഡിറ്റക്ടർ ഇവിടെ ഓൾറെഡി വേറൊരു ടീം പാരലായിട്ട് അത് വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വെച്ചാണ്. ഓക്കെ നീൽ, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി ഏത് ഭാഗത്താണ് ആ മെറ്റാലിക് ബോഡി ഉള്ളത് എന്നത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ ഒരു ഘനം ഒരു 4-5 മീറ്ററെങ്കിലും കൂടി കുറയേണ്ടതുണ്ടല്ലേ? ആക്ച്വലി ഈ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റഡാറിന് 4 മീറ്ററാണ് റേഞ്ച് ഉള്ളത്. പക്ഷെ അത് ഡ്രൈ സോയിൽ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള സോയിലാണ് ആ ഒരു റേഞ്ച് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സോയിൽ കണ്ടീഷൻ വളരെ മോശമാണ്. ഉദാഹരണത്തിന് ഇത് കണ്ടാൽ അറിയാം, നിറച്ചു റോക്സ്. മെയിൻലി ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റൻസിലെ ഡിഫറൻസ് ആണ് ഇത് ഡിറ്റക്ട് ചെയ്ത്, അതാണ് മാപ്പ് ചെയ്ത് കാണിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ മെറ്റൽ ഉണ്ടോ ഇല്ലയോ എന്ന് അനുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ കാണാം ഇത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. വെള്ളമുണ്ട്, അകത്ത് എയർ ഗ്യാപ്പുണ്ട്, അകത്തു നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ പറഞ്ഞ പോലെ ഓരോരോ സിഗ്നലായിട്ട് അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിലെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെഹിക്കിളിൻ്റെ പ്രൊഫൈൽ, അതായത് ഒരു 4 മീറ്റർ 5 മീറ്റർ അങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒരു വെഹിക്കിളിൻ്റെ പ്രൊഫൈലിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ ഇവിടെ നല്ല സാധ്യതയുണ്ട്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല. അതാണ് വീണ്ടും മണ്ണ് മാറ്റിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു GPRനെ കുറിച്ച് അറിയാത്ത ആളുകളും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകും. നീൽ, അപ്പോൾ NITയിലെ വിദഗ്ധനായ നീലിനെ ഇതേക്കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതായത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നടത്താറുള്ള ഡ്രില്ലിംഗ് അല്ലെങ്കിൽ ട്രഞ്ചിങ് അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാതെ തന്നെ ഒരു ഉപരിതലത്തിലെ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ പ്രൊഫൈൽ എന്താണ് ആ മണ്ണിനടിയിലുള്ള വസ്തുക്കൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, അതായത് മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ ലൊക്കേഷൻ, ഒപ്പം എത്ര ആഴത്തിലാണ്, എത്ര മീറ്റർ ആഴത്തിലാണ് ഈ സാധനങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ മണ്ണിനടിയിലാണല്ലോ, അപ്പോൾ ഒരു ഭൂഗർഭ സാഹചര്യം എന്ന് പറയുന്ന അതൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ ഒരു 4 മീറ്ററിനുള്ളിൽ? നീൽ, കേൾക്കാമോ? നമുക്കൊപ്പം സംസാരിച്ചത് NITയിലെ വിദഗ്ധനായ നീലാണ്. അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അഥവാ GPR ആണ്. GPR ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ പരിശോധനയിൽ ഒരു മെറ്റാലിക് സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ഒരു ഹിൻഡ് അല്ലെങ്കിൽ സൂചന മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അത് കൃത്യമായി ആ ഒരു പ്രൊഫൈലിംഗിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മണ്ണ് മാറ്റണം. ആ മണ്ണ് മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ ജിയോ പ്രോബിംഗ് റഡാർ അല്ലെങ്കിൽ ഇൻ്റർഫേസ് റഡാർ അത് ഉപയോഗിക്കുന്നതിന് കൃത്യമായ പ്രൊഫൈലിംഗിലേക്ക്, അതായത് ഈ വാഹനം കിടക്കുന്നതിൻ്റെ കൃത്യം ഭാഗം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ മണ്ണ് ഒരേ രീതിയിലുള്ള മണ്ണാണെങ്കിൽ അത് എളുപ്പമാണ്, വളരെ പെട്ടെന്ന് അവർക്ക് സാധ്യമാകും. പക്ഷേ ഇത് ഒരേ രീതിയിലുള്ള മണ്ണല്ലാത്തതിനാലാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നാണ് നീൽ പറഞ്ഞത്. മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ എത്ര ആഴത്തിലാണ് ഈ വസ്തു കിടക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിലൂടെ കഴിയും. ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ NITയെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ വന്ന വിദഗ്ധനായ നീലാണ് നമുക്കൊപ്പം ഉള്ളത്. നീൽ, നേരത്തെ നമ്മളുടെ സംഭാഷണം ഒന്ന് തടസ്സപ്പെട്ടിരുന്നു. ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സർഫേസ് ഇൻ്റർഫേസ് റഡാർ ആയാലും അല്ലെങ്കിൽ ഈ GPR ആയാലും ഒക്കെ അതിൻ്റെ ഒരു സാഹചര്യം അനുകൂലമാവുക എന്നതുകൂടി വേണമല്ലോ. അതായത് ഇപ്പോൾ ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഒരു ടെറൈനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ പാറക്കഷണങ്ങളുണ്ട്, ചെളിവെള്ളമുണ്ട്, മണ്ണുണ്ട്, അതുപോലെ തന്നെ ഈ മൺകട്ടകളുണ്ട്. ഇതെല്ലാം കിടക്കുമ്പോൾ അതൊന്ന് ലെവലപ്പ് ചെയ്യേണ്ടേ ആദ്യം? എന്നാൽ മാത്രമല്ലേ താഴെയുള്ള വസ്തുക്കൾ എത്ര ആഴത്തിലാണ് കിടക്കുന്നതെന്ന് അറിയാൻ കഴിയൂ.
ഉണ്ട്. ലെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാകും. പക്ഷേ ഈ ഒരു ടെറൈനിൽ ലെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മെഷീൻ അവിടെ അതിൻ്റെ മേളിൽ ചെല്ലണം. പിന്നെ അത് അവിടുന്ന് ലെവൽ ചെയ്താലും മണ്ണ് ഭയങ്കര ലൂസായിട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ നമ്മൾ ഇതിട്ട് ലെവൽ ചെയ്തെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ നടന്നു പോകാൻ പറ്റത്തില്ല. ഈ സർവേ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് റഡാറുമായിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ അതും പിടിച്ചുകൊണ്ട് നടന്നു പോകാൻ തന്നെ പറ്റത്തില്ല. കാരണം ഈ ഇതുപോലെ ഇരിക്കും സോയിൽ അവിടെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ലറി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ലെവൽ ചെയ്യാതെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ, ഈ പാറയുള്ളതിൻ്റെ മേളിൽ കൂടെ അങ്ങനെയാണ് പോയിട്ടാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് GPS സിഗ്നൽ കിട്ടിയ ലൊക്കേഷൻ്റെ ഒരു 30 മീറ്റർ അടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലെവൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അവിടുന്ന് മണ്ണെടുത്ത് അവർ ഹൈറ്റ് കുറയ്ക്കുന്നു, അപ്പം മണ്ണെടുത്ത് ലെവൽ ചെയ്യും, വീണ്ടും നമുക്ക് പോകാൻ പറ്റുന്ന പോലെ അതിൻ്റെ മേളിൽ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന GPR ആൻറ്റിനയുടെ ഒരു ശേഷി എത്രത്തോളമുണ്ട്? ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ടെറൈനിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ മെയിനായിട്ട് സർവേയിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കിപ്പോൾ അണ്ടർഗ്രൗണ്ട് പൈപ്സൊക്കെ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചു. പഴയ കൺസ്ട്രക്ഷനാണ്, നമ്മുടെ അടുത്ത് നിന്ന് അതിൻ്റെ പ്ലാൻ പോയി. അപ്പോൾ നമുക്കത് ഡിഗ് ചെയ്യാതെ ഈ പൈപ്പൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ചില സ്ഥലത്ത് നമുക്ക് ഡിഗ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസൊക്കെ പോകുന്ന പൈപ്പാണെങ്കിൽ ഡിഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് അല്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണ്, എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടുമെങ്കിൽ അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചതിൻ്റെ കാരണം, നീൽ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആൻറ്റിനയുടെ നീൽ, ഞാനിത് ചോദിക്കാൻ കാരണം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആൻറ്റിനയുടെ ഒരു ശേഷി അനുസരിച്ചാണ് നമുക്ക് ഈ തരംഗങ്ങൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി കിട്ടുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈ കണ്ടെത്തലിലേക്ക് ചെല്ലാൻ കഴിയില്ലേ? അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുള്ള ആൻറ്റിനയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? അതിലൂടെ നമുക്ക് കൃത്യമായി ഒരു പൊസിഷൻ കണ്ടെത്താൻ എത്ര സമയമെടുക്കും? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ഒരു മാറ്റം വരുത്തേണ്ടത്? ഇപ്പോഴത്തെ ടെറൈനിൽ മണ്ണ് കുറച്ചുകൂടി നീക്കണോ, അതോ പാറ കഷ്ണങ്ങൾ നീക്കണോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് അടിയന്തരമായി അവിടെ ആവശ്യമായിട്ടുള്ളത് പെട്ടെന്ന് ഈ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ? ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആൻറ്റിനയ്ക്ക് 4 മീറ്റർ വരെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് ഡ്രൈ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള സോയിലാണെങ്കിൽ 4 മീറ്റർ വരെയാണ് നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന ആൻറ്റിനയുടെ ശേഷി. പക്ഷേ ഇവിടുത്തെ സോയിലും കണ്ടീഷൻസും അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2.5 മീറ്റർ 3 മീറ്റർ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ചോദിച്ചത്, മണ്ണ് മാറ്റുക എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ നോക്കിയപ്പോൾ ലോജിക്കലായിട്ടുള്ള ചോയ്സ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മണ്ണ് മാറ്റുന്നതിന് മുന്നേ ഒരു നീക്ക് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷനെല്ലാം ചെക്ക് ചെയ്തു, നമുക്കൊന്നും കിട്ടിയില്ല. അപ്പം നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മണ്ണ് കുറച്ചുകൂടെ മാറ്റുക. അതാണ് അവരിവിടെ ഫുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു നീ കൂടെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് മോർ പറ്റുന്നത്ര ലൊക്കേഷൻ അതുപോലെ ചെക്ക് ചെയ്യുക. കാരണം GPS ലൊക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ ആണെന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ പുഴയുടെ അങ്ങേയറ്റത്തു നിന്നൊക്കെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് GPS ലൊക്കേഷൻ വരുന്ന ടൈമിൽ ഈ വണ്ടി ചിലപ്പോൾ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ലൊക്കേഷൻ നമുക്ക് അത് അത്ര റിലയബിൾ അല്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണ്ണ് മാറ്റിയിട്ട് വീണ്ടും നോക്കും. പക്ഷേ അടുത്തുള്ള ലൊക്കേഷനിലൂടെ നമ്മൾ ഇൻ ദ മീൻ ടൈം ആ ലൊക്കേഷനിലൂടെ നോക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നീൽ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ ഉണ്ടെന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന സിഗ്നലുകൾ എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കും? അതായത് വാഹനങ്ങൾ അടിയിലുണ്ട്, അല്ലെങ്കിൽ ഇത്ര പൊസിഷനിൽ ഇത്ര നീളത്തിൽ ആ ഒരു മെറ്റാലിക് ഒബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഫൈൻഡിങ്ങിൽ തെളിയുക? നമുക്ക് ഈ ആൻറ്റിനയിൽ നിന്ന് അല്ലെങ്കിൽ റഡാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഈ റഡാർ താഴേക്കൊരു സിഗ്നൽ സെൻഡ് ചെയ്യും, അത് റിസീവ് ചെയ്യും. എന്നിട്ട് റിസീവ് ചെയ്യാനെടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്യും, സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഡയലക്ട്രിക് പ്രോപ്പർട്ടി ആയിട്ട് മാച്ച് ചെയ്ത് നമുക്കൊരു മാപ്പ് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ യൂണിഫോം സോയിലാണ്, ഇവിടെ 1 മീറ്റർ താഴെ ഒരു മെറ്റൽ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു വൈറ്റ് ലൈൻ കിട്ടും. അവിടെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് അത്ര ചേഞ്ചായി ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഡെപ്തിൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിൽ ഡിഫറൻസ് ഉള്ള എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു, ഒരിക്കൽ കൂടി അല്ലെങ്കിൽ പലവട്ടം പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായി നമുക്ക് ആ പൊസിഷൻ കിട്ടിയിട്ടില്ല എന്നല്ലേ നീൽ പറഞ്ഞത്?
ഇല്ല കൃത്യമായിട്ട് പൊസിഷൻ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല GPS-ൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പരിശോധന നടത്തിയത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ അത് GPS കിട്ടിയ ലൊക്കേഷൻ തന്നെയും അത് അവിടെ തന്നെ ആയിരിക്കണമെന്ന് ഇപ്പോൾ നോക്കിയിട്ട് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അപ്പം പറ്റുന്ന എല്ലാ ലൊക്കേഷനിലും സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന എല്ലാ ലൊക്കേഷനിലും പരിശോധന നടത്താനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അപ്പോൾ നീൽ. ഇപ്പോൾ ഓൾറെഡി കുറച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു നീൽ. താങ്ക് യു ഫോർ കണക്റ്റിംഗ്. എന്തായാലും ഇപ്പോൾ NIT-യിലെ ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്ന സംഘത്തിലെ വിദഗ്ധനാണ് നീലാണ്.